ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ടാറ്റ ഇൻഡിക വിസ്ത 2010 മോഡലാണ്. നമ്മൾ സാധാരണ എല്ലാവർക്കും അറിയപ്പെടുന്ന ടാറ്റ ഇൻഡിക വിസ്തയിൽ ഒന്നുകിൽ TDA എഞ്ചിൻ അല്ലെങ്കിൽ കോട്രാജെറ്റ് എഞ്ചിൻ. ഈ കോട്രാജെറ്റ് എഞ്ചിൻ ഡീസൽ വേരിയൻ്റാണ്. ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞത്. ഈ ഒരു വാഹനം ഒരു പ്രത്യേകതയുള്ള പെട്രോൾ എഞ്ചിനാണ്. പെട്രോൾ എഞ്ചിനുള്ള ഇൻഡിക വിസ്തയാണ് 2010 മോഡൽ. അത് സഫയർ എന്ന് പറയുന്ന എഞ്ചിനോടുകൂടി ഈ ഫിയറ്റ് പിൻഡോയുടെ എഞ്ചിനാണ് ഇതിന് വരുന്നത്. പെട്രോൾ എഞ്ചിൻ 1405 cc ആണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. അത്യാവശ്യം നല്ല കെയർ ചെയ്ത് വിടുന്നൊരു വാഹനമാണ്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ഒരു എഞ്ചിനാണ് ഇതായി കാണുന്ന സഫയർ എഞ്ചിൻ. ഇത് 4 സിലിണ്ടറാണ്. ഇതിന് അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്. അതുപോലെ തന്നെ പവർ കൂടുതലാണ് ഈ ഒരു വാഹനം. ഈ വാഹനത്തിൻ്റെ സസ്പെൻഷൻ നോയ്സായിട്ട് നമ്മളെ വർക്ക്ഷോപ്പിൽ യൂട്യൂബ് ചാനൽ കണ്ട് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കൊണ്ടു തന്നതാണ്. അപ്പോൾ നമ്മൾ ഇളക്കി നോക്കിയപ്പോൾ സസ്പെൻഷൻ നോയ്സിൽ സ്റ്റഡ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. സ്റ്റഡ് മൗണ്ട് നല്ല ഷേക്ക് ഉണ്ടായിരുന്നു. ഈ കാണുന്ന ഭാഗത്താണ് സ്റ്റഡ് വരുന്നത് വാഹനത്തിൻ്റെ. പിന്നെയെന്ന് പറഞ്ഞാൽ നല്ല പെർഫോമൻസ് ഉണ്ട്. എഞ്ചിനൊക്കെ നല്ല പെർഫോമൻസ് ആണ്. ഇത് അങ്ങനെ ആരും കണ്ടിട്ടില്ലാത്ത ഒരു എഞ്ചിനാണ് പെട്രോൾ എഞ്ചിനിൽ വരുന്നത്. പെട്രോൾ ഇൻഡിക വിസ്തയിൽ വരുന്നത്. സാധാരണ കൂടുതലും വരുന്നത് കോട്രാജെറ്റ് എഞ്ചിനാണ് ഡീസൽ വാഹനത്തിന്. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇത് ആരും കാണാത്ത ഒരു എഞ്ചിനും കൂടിയാണ്. ഇത് പിൻഡോയിൽ വരുന്ന സെയിം എഞ്ചിനാണ്. അതുപോലെ തന്നെ ഗിയർ ബോക്സ് ടാറ്റയുടെ ഗിയർ ബോക്സും ഇതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ക്ലച്ചൊക്കെ വരുമ്പോൾ കേബിൾ വഴിയാണ് വർക്ക് ചെയ്യുന്ന, ഹൈഡ്രോളിക്കൊന്നുമില്ല. പിന്നെ ബ്രേക്കൊക്കെ സെയിമാണ്, ഡീസലിൻ്റെയൊക്കെ സെയിം ബൂസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇത് ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് ആണ്. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ എഞ്ചിൻ മാത്രം വ്യത്യാസമുണ്ട്. കുളൻ്റ് ടാങ്ക് വരെ ഡീസലിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഇത് കാണാത്തവർക്കായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഈ ഒരു പെട്രോൾ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പവർ കൂടിയ ഒരു എഞ്ചിനാണ്. അത്യാവശ്യം നല്ല മൈലേജും ഉണ്ട്. എന്നാലും വലിയ മൈലേജ് എന്ന് പറയാൻ പറ്റില്ല. ഒരു 16-17 മാക്സിമം. സിറ്റി ഓടത്തിനാണെങ്കിൽ ഒരു 13, 12, 14 അങ്ങനെയൊക്കെ കിട്ടത്തുള്ളൂ. അത്യാവശ്യം പവർ ഉള്ളത് കൊണ്ട്. ഡീസലാണെങ്കിൽ 22-24 മൈലേജൊക്കെ കിട്ടും കോട്രാജെറ്റ് വരുമ്പോൾ. പക്ഷേ ഇതിന് പണി കുറവാണ് ഈ ഒരു എഞ്ചിന് വരുമ്പോൾ. സ്പാർക്ക് പ്ലഗും അതുപോലെ തന്നെ ഫ്യൂൽ ഫിൽറ്ററും എയർ ഫിൽറ്ററും ഇത്തരം കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്താൽ മാത്രം മതി. ഓയിലും ഫിൽറ്ററും കാര്യങ്ങളൊക്കെ. ഇതിന് EGR ഒന്നും പ്രോപ്പറായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ കറക്റ്റ് കിലോമീറ്ററിൽ ടൈമിംഗ് ബെൽറ്റ് മാറി കൊടുക്കണം. അത് മെയിനാണ്. അത്രയേ ഉള്ളൂ. ടൈമിംഗ് ചെയിനൊന്നും ഇതിൽ വരത്തില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യം. നമുക്ക് പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാൽ സസ്പെൻഷൻ നോയ്സും വാഹനം മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അതിനാണ് കസ്റ്റമർ കൊണ്ട് തന്നത്. അത്യാവശ്യം നല്ല കെയർ ചെയ്ത് ഓടുന്ന വാഹനം ആയതുകൊണ്ട് ബോഡിയൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള, കിലോമീറ്ററും അധികം ആവാത്ത ഒരു 50,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തതിൽ സ്റ്റഡ് മൗണ്ട് പോയിട്ടുണ്ട്. അതായി കാണുന്നതാണ് സ്റ്റഡ് അസംബ്ലി. ഇത് കുഴപ്പമില്ല. ഈ ഒരു മൗണ്ടിങ് ഇടിച്ച് താഴ്ന്നിട്ടുണ്ട്. അതായി കാണുന്ന മൗണ്ടിങ് നല്ല ഷേക്ക് ഉണ്ടായിരുന്നു. അതിനോടൊപ്പം ബ്രാക്ക് പേഡ് തീർന്നിട്ടുണ്ട്. ബ്രാക്ക് പേഡ് മാറണം. പിന്നെ ലിങ്ക് റോഡ് പോയിട്ടുണ്ട്. ലിങ്ക് റോഡ് പോയി സൗണ്ട് ഉണ്ടായിരുന്നു. ടിക്കിന് സൗണ്ട് ഉണ്ടായിരുന്നു. ലിങ്ക് 2 മാറുന്നുണ്ട്. ലോവർ ആം വേറെ കംപ്ലൈൻ്റ് ഒന്നും കാണുന്നില്ല. ബ്രാക്ക് പേഡ് മാറണം. പിന്നെയെന്ന് പറഞ്ഞാൽ ബാക്ക് ഡ്രമ്മ് ലേത്തി കൊടുത്തൊന്ന് പോളിഷ് ചെയ്യണം. ഡ്രമ്മ് ലേത്തി കൊണ്ടുപോയിട്ടുണ്ട്. ബ്രാക്ക് ഷൂ കാര്യങ്ങളൊക്കെ ഓടാനുണ്ട്. ബ്രാക്കിൻ്റെ അഡ്ജസ്റ്റർ ഒന്ന് മാറണം. കോയിൽ സ്പ്രിംഗ് പാഡൊന്നും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. 2 സൈഡും ഒരുപോലെ തന്നെ ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇതാണ് ഇൻഡിക വിസ്റ്റയുടെ പെട്രോൾ എഞ്ചിനിൽ വരുന്ന വാഹനം. 2009 വാഹനത്തിൽ 2010 രജിസ്ട്രേഷനാണ് ഈ ഒരു വാഹനം. അത്യാവശ്യം നല്ല കെയർ ചെയ്തിടുന്ന വാഹനം കൂടിയാണ്. കാണാത്തവർക്കായിട്ടുള്ള വീഡിയോ ആണ്. 2 സൈഡ് സ്റ്റഡ് മൗണ്ടിങ്ങും കാര്യങ്ങളും. ലിങ്ക് റോഡ് ബ്രാക്ക് പേഡ് തീർന്നൊരു അവസ്ഥയാണ് ഇതായി കാണുന്നത്. ലെഫ്റ്റ് സൈഡാണ് തീർന്നത്. ഇതിൻ്റെ പിന്ന് ജാം വന്നു കഴിഞ്ഞാൽ, കാലിബറിൻ്റെ പിന്ന് ജാം വന്നു കഴിഞ്ഞാൽ ബ്രാക്ക് പേഡ് ഒരു സൈഡായിട്ട് തീരും. അപ്പോൾ അത് നല്ല ഫ്രീ ആക്കി വിടണം. പിന്നെ ഷേക്ക് ഉണ്ടെങ്കിൽ കാലിബർ ഷിം ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇത് ഡീസലിൻ്റെ ഗിയർ ബോക്സ് സെയിം ആണ് കേട്ടോ. ഇത് ഡീസലിൻ്റെ ഗിയർ ബോക്സും അതുപോലെ തന്നെ എൻജിൻ വരുമ്പോൾ പിൻഡോയുടെ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. ഫിയറ്റ് പിൻഡോ. ഇതാണ് ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങളൊക്കെ മേടിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം. അങ്ങനെ നമ്മൾ ഫ്രണ്ടിലെ സസ്പെൻഷനിലെ സ്റ്റഡ് മൗണ്ടിങ് മാറിയായിരുന്നു. സ്റ്റഡ് മൗണ്ടിങ് മാറി എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തു. അതിനോടൊപ്പം ലിങ്ക് റോഡ് ഇതായി കാണുന്ന ലിങ്ക് റോഡ് പുതിയത് ചേഞ്ച് ചെയ്തു. 2 സൈഡും ഒരുപോലെ. അതിനോടൊപ്പം നമ്മൾ ബ്രാക്ക് പേഡ് പുതിയത് ചേഞ്ച് ചെയ്തു. അതിനുശേഷം നമ്മൾ ബ്രേക്ക് പമ്പ് ചെയ്ത് ലോഡ് ചെയ്ത് ഘടിപ്പിക്കുന്നതായിരിക്കും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വരുന്ന ബാക്കിൽ ഡ്രം 2 പോളിഷ് ചെയ്യാൻ കൊടുത്തായിരുന്നു. അതിനോടൊപ്പം ഇതിൻ്റെ വീൽ ബെയറിംഗ് നോയ്സ് ഉണ്ടായിരുന്നു. ഒരു നല്ല ഫ്ലൈറ്റ് പോകുന്ന സൗണ്ടായിരുന്നു 40 km/s കഴിയുമ്പോൾ. അപ്പോൾ 2 സൈഡും വീൽ ബെയറിംഗ് മാറി. ഈ കാണുന്നതാണ് വീൽ ബെയറിംഗ്. വീൽ ബെയറിംഗ് അത്യാവശ്യം നല്ല നോയ്സ് ഉണ്ടായിരുന്നു. വീൽ ബെയറിംഗ് നോയ്സ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ മാറാൻ വേണ്ടി നോക്കുക. അല്ലെന്നുണ്ടെങ്കിൽ വീൽ ഷേക്ക് ഉണ്ടാവും. വീല് ഊരിപ്പോകാനൊക്കെ സാധ്യത ഉണ്ടാവും. അതൊക്കെ ചെറിയൊരു നോയ്സ് കേട്ടാൽ ഉടൻ തന്നെ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊടുത്ത് നിങ്ങൾ ചേഞ്ച് ചെയ്ത് കറക്റ്റ് ചെയ്യുക. ഡ്രമ്മ് നല്ലതുപോലെ പോളിഷ് ചെയ്ത് നല്ല പുതിയ ഡ്രമ്മ് പോലെ ആക്കി പുതിയ വീൽ ബെയറിങ്ങും സെറ്റ് ചെയ്തു. ഇനി ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യുന്നതായിരിക്കും. ബ്രേക്ക് ഷൂ ഒക്കെ ഓടാനുണ്ട്. വീൽ സിലിണ്ടർ കുഴപ്പമില്ല. 2 സൈഡ് ഒരുപോലെ ഡ്രമ്മ് വീൽ ബെയറിങ്ങും മാറി സെറ്റ് ചെയ്തു. ഇതാണ് ബാക്കിലത്തെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫ്രണ്ടിൽ 2 ലിങ്ക് റോഡ് സ്റ്റഡ് മൗണ്ട് കാര്യങ്ങളൊക്കെയാണ്. ഇനി ഇതിൽ കൂളൻ്റ് ആക്കണം. കുറച്ച് ഗിയർ ഓയിൽ ചെക്ക് ചെയ്യണം.
കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. എയർ ഫിൽറ്ററൊക്കെ നോക്കി ഓയിലൊക്കെ മാറി അടുത്ത സമയത്ത് മാറിയെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യുക. ബ്രാക്ക് പേഡ് തീർന്ന അവസ്ഥ ഈ കാണുന്നതാണ്. ബ്രാക്ക് പേഡ് ഇളക്കി നോക്കിയപ്പോൾ കണ്ടോ ഒരു സൈഡുണ്ട് തീർന്ന് മട്ടമായിപ്പോയി. അത് വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് ഓടാൻ കുറച്ചും കൂടി ഉണ്ട്. അങ്ങനെ വരാൻ കാര്യം ഇതിൻ്റെ പിന്നുണ്ട്, കാലിബർ പിന്ന് വെള്ളത്തിൽ കൂടി ഓടി ഇതിനകത്ത് തുരുമ്പ് കാര്യങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ജാമായി കഴിഞ്ഞാൽ പിന്നെ ഒരു സൈഡ് ബ്രാക്ക് ആയിരിക്കും പിടിക്കുക. അപ്പോൾ അത് പരിഹരിക്കാൻ നമ്മളെല്ലാം ക്ലീൻ ചെയ്ത് കാലിബർ ഷിം ചെയ്ത് അടിയെല്ലാം മാറ്റി ലിങ്ക് റോഡ് സെറ്റ് ചെയ്തു. രണ്ട് സൈഡ് ഒരുപോലെ നമ്മൾ സ്റ്റഡ് മൗണ്ടിങ് മാറി സെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് എടുത്തിട്ടുണ്ട്. വീലൊക്കെ നല്ല ഫ്രീ ആണ്. അപ്പോൾ ഇത് 2 ലിങ്ക് റോഡും ഇതാണ് സ്റ്റഡ് മൗണ്ട്, ബ്രാക്ക് പേഡ് അത്യാവശ്യം എല്ലാം ആയിട്ടുണ്ട്. ലോവർ ആമൊന്നും യാതൊരുവിധ പ്രോബ്ലവും ഇല്ല. അപ്പോൾ നമ്മൾ കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്തിട്ടാണ്, കംപ്ലയിൻ്റ് ഉള്ള ഭാഗം മാത്രം നമ്മൾ കസ്റ്റമറിനോട് പറഞ്ഞ് ചെയ്യത്തുള്ളൂ. എല്ലാം മാറേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നോയ്സ് കിട്ടിയ ഭാഗവും കംപ്ലയിൻ്റ് ഉള്ള ഭാഗവും ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പൈസ നമുക്ക് ലാഭിക്കാം. അതുപോലെ തന്നെ പണി ക്ലിയർ ആയിരിക്കും, അതുള്ളതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ്. വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ മറന്നു തന്നെ സബ്സ്ക്രൈബ് ചെയ്തെടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിക്കോളൂ. ഇതാണ് കോട്രാജെറ്റ് അല്ല ഫിയറ്റ് പിൻഡോയിൽ വരുന്ന പെട്രോൾ എഞ്ചിനാണ് ടാറ്റ ഇൻഡിക വിസ്റ്റയിൽ വരുന്നത്. അപ്പോൾ സഫയറിൻ്റെ എഞ്ചിൻ, 4 സിലിണ്ടർ എഞ്ചിൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ മറന്നുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തെടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിക്കോളൂ. ഇതുപോലുള്ള വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. വീഡിയോ കാണാത്തവർക്കായിട്ട് ഈ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഈ ഒരു ഇൻഡിക വിസ്റ്റയിൽ പെട്രോൾ എഞ്ചിൻ വരുന്നത് നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഇത് ഈ എഞ്ചിനാണ് വരുന്നത്. ഓക്കെ, ബൈ, സി യു.